എന്നാണ് കുറച്ച് പ്രദേശവാസികൾ ഇവിടെ തടിച്ചു കൂടിയിട്ട് കൂടിയുണ്ട്. 6 മണി കറക്റ്റ് സമയത്ത് മെസ്സേജ് വരും, ആന വന്നിട്ട് ആന ഉണ്ട് ഇന്ന സ്ഥലത്ത് പട്രോളിംഗ് നടത്തുന്നത്. ഞങ്ങൾ വിളിച്ചിട്ട് പറയുമ്പോ കേട്ടാ അപ്പൊ ആന ഉണ്ട് എന്ന് പറയും, ആ മെസ്സേജ് ഇടും. അപ്പൊ നിങ്ങൾ മെസ്സേജ് അങ്ങനെ ഇട്ട് ചോദിച്ചപ്പോ ഞങ്ങൾ ഇവിടെ നിന്ന് വന്ന് ഇട്ടതാണെന്ന് പറഞ്ഞു. അപ്പൊ ചായ കുടിക്കാൻ വന്നാണ് പറഞ്ഞു. അപ്പൊ ഈ പട്രോളിംഗ് നടക്കുന്നവർ എങ്ങനെ ഇവിടെ ചായ കുടിക്കാൻ പറ്റും? പട്രോളിംഗ് നടത്തണ്ടേ? ഇവർ പട്രോളിംഗ് നടത്തുന്ന മെസ്സേജ് മാത്രം കറക്റ്റ് സമയത്ത്. ഞാൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു മെസ്സേജ് ഉണ്ട്. ജനജാഗ്രത പറഞ്ഞിട്ട് ജനജാഗ്രത ഞാറക്കോട് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ഇവർ പെട്രോളിംഗ് നടത്തേണ്ടി പറയും. പെട്രോളിംഗ് നടത്തി എവിടെയെങ്കിലും വന്ന് കിടക്കും. അവിടെ ഗ്രൗണ്ട് ഉണ്ട്, അവരിവിടെ ചുറ്റടിച്ച് അവിടെ വന്ന് ഒരു 7 മണി കഴിഞ്ഞാൽ അവിടെ സുഖമായി ഉറങ്ങുണ്ടാവും. ഞങ്ങൾ അറിയിച്ച് അവര് വന്ന് പടക്കം പറയണത് ആനെ പടക്കാൻ പൊട്ടിന്റെ വീട്ടിൽ അവിടെ ആന ഇതിന്റെ അപ്പുറത്ത് സ്ഥലമുണ്ട്, അവിടെ അപ്പുറത്ത് നാട്ടി വിട്ടു, അങ്ങോട്ട് ആട്ടി വിട്ടു. പക്ഷെ ആന അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നതാ. ആ വീട്ടിലെ ആളാണ് ഇവിടെ വെച്ചിട്ട് ഇതിന്റെ താഴെ പാടമുണ്ട്. എന്റെ അമ്മയാണ് പശുവിന് വെള്ളം കൊടുക്കാൻ വരുമ്പോ കണ്ടിട്ടാണ് അയാളിനെ എപ്പോഴും ജീവനോടെ കിടക്കുന്നത്. ബേവിച്ചൻ ജീവനോടെ ഇപ്പൊ ജീവിക്കുന്നത്. എന്റെ അമ്മ ജീവനോടെ ഉള്ളു, എണിക്കണമെങ്കിൽ 2 ആൾ വേണം. ആഴ്ചയിൽ ഒരു ദിവസമാണ് പാദത്തിന് കഴുകി കൊടുത്ത്. അല്ല, അത് കുറച്ച് അപ്പുറത്താണ്. ഇതിവിടെ എപ്പോഴും ആനയാണ്. ഞങ്ങൾ പറഞ്ഞു മനസ്സിലായി. ഫോറസ്റ്റ് ഞങ്ങളുടെ ആവശ്യമാണ് ഗ്രൈൻ ഫെൻസിങ് വേണം. എന്നിട്ട് ഞങ്ങൾ ഇതൊരു ഗ്രൂപ്പ് ഇവര് പഞ്ചായത്തിന് ഫോറസ്റ്റുകാർ പഞ്ചായത്തിലൊരു പരിപാടി വയ്ക്കും. പഞ്ചായത്തിൽ വയ്ക്കുമ്പോൾ ഞങ്ങളുടെ കാര്യം ഫെൻസിങ് വെക്കുമ്പോ അതിലൊരു പഞ്ചായത്ത് മെമ്പർ ഉണ്ട്, അവരൊരു മരം കൊണ്ട് പറഞ്ഞാൽ പോവുക. അവരൊരു പഞ്ചായത്തിലൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത പോലെ കാണിക്കുന്നത്. ഞങ്ങൾ അവിടെ നിൽക്കണ്ട്, നിങ്ങൾ സംസാരിക്കും ഫോറസ്റ്റ് എടുത്ത് ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞിട്ട് അവർ വേറെ സ്ഥലത്തേക്ക് പോവുക. അപ്പൊ അവർക്ക് പഞ്ചായത്തിലുള്ളവർക്ക് ഒരു ഉറപ്പാണ്, അവർ ഞങ്ങൾ കൂടി നിൽക്കണ്ടേ. 3 മണി ഇല്ല, എന്നെ വിളിച്ചു ആരോടും. ഞാൻ അപ്പൊ ഇങ്ങോട്ട് എങ്ങനെ വരും ഈ സമയത്ത്? എന്റെ വീട് അപ്പുറത്താണ്. ആരോടിനെ വിളിച്ചു. ആരോടും പറഞ്ഞു, ഉണ്ണി നീ ഇപ്പൊ വരണ്ട, ആന ഇവിടെ തന്നെ ഉണ്ട് പറഞ്ഞു ആരോട്ടെ. അപ്പൊ 2 ആളുടെ ഇവിടെ നിന്നാണ്. അപ്പൊ ഞങ്ങളെ നാട്ടിലെത്തണം, ഞങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല. എങ്ങനെ എത്തണം? ബോഡി എടുക്കാനോ നോക്കണം. ആരോടിന്റെ അടുത്ത് പറഞ്ഞു എന്തുകൊണ്ട് ബോഡി എടുക്കാൻ അയക്കണ്ട, മരിച്ചു ഉറപ്പുണ്ട് ചോദിച്ചു. മരിച്ചു, ഉണ്ണി മരിച്ചു, നീ വേറെ ഒന്നും നോക്കാൻ പറ്റില്ല. അപ്പ പറഞ്ഞു ബോഡി എടുക്കാൻ സമ്മതിക്കില്ല പറഞ്ഞു. സമ്മതിക്കുക ആര് വന്നാലും കളക്ടർ വന്ന് ഇവിടെ ഞങ്ങൾക്കൊന്ന് റെയിൽ ഫെൻസിംഗ് ചെയ്ത് തരുന്ന ഉറപ്പ് തന്നെ ബോഡി എടുക്കാനായിക്കോളൂ. ഇനി ആരും റെയിൽ ഫെൻസിംഗ് നടക്കുന്ന കാര്യങ്ങളാണ് ഇത്. 1 വർഷം ഫോറസ്റ്റിൽ മുടക്കുന്ന കാശുണ്ടെങ്കിൽ 1 കിലോമീറ്റർ ചെയ്യാം. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാൻ പറയണം. കാലാകാലമായിട്ട് റെയിൽ ഫെൻസിംഗ് വേണമെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ കാര്യങ്ങൾ ഇവിടെ മറ്റുള്ള ഫെൻസിംഗ് നടത്തി കാശ് തട്ടിക്കുന്നത് മാത്രമേ ഉള്ളൂ. 4 മണിക്ക് ഞങ്ങൾ സാറേ 4 മണിക്ക് അവരിവിടെ വന്നിട്ട് ഞങ്ങൾ അറിഞ്ഞ ഉടനെ 2-3 പേര് ഓടിയെത്തി. ആനയെ പേടിച്ചിട്ടാണെങ്കിൽ ഞങ്ങൾ എത്തി, കുറച്ച് അപ്പുറത്താണ്. പക്ഷെ ഫോറസ്റ്റുകാർ ഫസ്റ്റ് ചെയ്ത് ബോഡി എടുക്കാനെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു അനങ്ങാൻ പറ്റില്ല, ബോഡി എടുക്കേണ്ട പറഞ്ഞു. ഇല്ല, ബോഡി എടുക്കണമെന്ന് ആകെ 2-3 പേരുള്ളൂ. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു നമുക്ക് ബോഡി എടുക്കാം, ഇവിടെ എടുക്കാം. അപ്പൊ അതിന്റെ കാരണം ഇവിടുന്ന് ബോഡി വീട്ടിനുള്ളിൽ കിടക്കുന്ന ബോഡി എടുത്താൽ കേസിന്റെ ഇത് കുറയ്ക്കാൻ പറ്റിയിട്ടില്ല, കേസിന്റെ കനം കുറയ്ക്കാൻ പറ്റില്ല. അതുണ്ടായ സംഭവമാണ്, സത്യസന്ധമാണ്. ഞങ്ങൾ വന്ന് അനങ്ങാൻ പറ്റില്ല പറഞ്ഞു. ഇവിടെ എല്ലാവരും കൂടി തീരുമാനം എടുത്തിട്ട് ബോഡി എടുത്താൽ മതി തന്നെ ഞങ്ങൾ വന്നത്. രാത്രി ഞങ്ങൾ കുറച്ച് പേരാണ് ജീവൻ പേടിച്ചിട്ട് ഓടി വന്നത്. രാത്രി പ്രദേശവാസികളൊക്കെ തന്നെ വലിയ സംഘർഷാവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. കാരണം ഈ ബോഡി എടുക്കണമെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട അധികൃതർ എത്തി അവർക്ക് വാക്ക് കൊടുത്തേ മതിയാവുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഈ പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമാണ്. അപ്പോൾ ഈ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ മരണം സംഭവിക്കുമ്പോൾ ആളുകൾ വലിയ രീതിയിൽ ആശങ്കയിലാണുള്ളത്. ഗോകുൽ, ഇപ്പോൾ ഈ ഒരു മൃതദേഹം ഇപ്പോഴും ആ വീട്ടുമുറ്റത്ത് തന്നെ കിടക്കുകയാണ്. ഇവരുടെ ഡിമാൻഡ് അധികൃതർ എത്തി അവർക്കൊരു ഉറപ്പ് നൽകണം എന്നുള്ളതാണല്ലേ? കാട്ടാന ശല്യത്തിൽ കാട്ടാനാക്രമണത്തിൽ കോർമ സ്വദേശി കുമാരനാണ് വീടിന്റെ മുന്നിൽ വെച്ച് മരണപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു പ്രദേശത്ത് ഈ ഒരു വന്യമൃഗശല്യം വളരെ രൂക്ഷമാണ് എന്നുള്ളതാണ് ഇവിടെ തടിച്ചുകൂടിയ ആളുകളൊക്കെ തന്നെ പറഞ്ഞത്. കാട്ടാനയുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് തങ്ങൾ ഓരോ ദിവസവും ഉണരുന്നത്. കാട്ടാന, മലയണ്ണാൻ, പുലി, കടുവ എന്ന് വേണ്ട എല്ലാവിധ വന്യമൃഗ ശല്യവും അവർക്കുണ്ട്. ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. വളരെ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടത്. അവർ പറയുന്നത് ഒന്നുകിൽ മൃഗം അല്ലെങ്കിൽ മനുഷ്യർ എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ മരണം സംഭവിക്കുകയാണ്. എത്ര പരാതി കൊടുത്തിട്ടും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഒരു കൂസലുമില്ല എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം.
കാട്ടാന ആക്രമണത്തിൽ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി മരണങ്ങൾ സംഭവിക്കുമ്പോൾ ആളുകളുടെ ആശങ്ക വലിയ രീതിയിലാണ്. ഇപ്പോഴിതാ വീണ്ടും ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യുകയാണ്. കോർമശ്ശേരി കുമാരനാണ് വീടിന്റെ മുന്നിൽ വെച്ച് കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ടത്. ഈ മൃതദേഹം ഇപ്പോഴും ആ വീടിന്റെ മുന്നിൽ തന്നെ കിടക്കുകയാണ്. ആളുകൾ എത്തി, അധികൃതർ എത്തി, അവർക്ക് വേണ്ട ഉറപ്പ് നൽകാതെ ഈ മൃതദേഹം അവിടെ നിന്ന് എടുക്കാൻ സമ്മതിക്കില്ല എന്നുള്ളത് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. സ്ഥിരമാണ് ഇത്തരത്തിലുള്ള കാട്ടാന ശല്യം. എങ്ങനെ അവർ ജീവിക്കുമെന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. ഓരോ ദിവസവും ഉണരുന്നത് ഇത്തരത്തിൽ ആനയുടെ ശബ്ദം കേട്ടുകൊണ്ടാണ്. പരാതിപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വേണ്ട നടപടികൾ ഉണ്ടാകുന്നില്ല. അനുവദിക്കുന്ന ഫണ്ട് എവിടെ പോകുന്നു എന്നുള്ളതടക്കമുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പ്രദേശവാസികൾ ചോദിക്കുന്നത്. വലിയ പ്രതിഷേധവുമായിട്ടാണ് നാട്ടുകാർ ഈ വീടിന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. ഗോകുൽ, കേൾക്കാമെങ്കിൽ ഇപ്പോഴത്തെ ഈ മൃതദേഹം ഇപ്പോഴും ആ വീടിന് മുന്നിൽ കിടക്കുകയാണ്. അധികൃതർ എത്തിയ ശേഷം മാത്രമേ ഇത് വിട്ടുകൊടുക്കൂ എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. തീർച്ചയായും അധികൃതർ എത്തിയതിന് ശേഷം മാത്രമേ വിട്ടു നൽകൂ എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. കാരണം ഈ അദ്ദേഹത്തിന്റെ വീട് നമുക്കിവിടെ കാണാം. അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമേ ഇപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. വീടിന്റെ ഉള്ളിൽ തന്നെ എന്ന് പറയുന്ന നിലയിലാണ് ഉണ്ടായിരുന്നത്. അത്രമാത്രം ഒരു വേദനാജനകമായ കാര്യമാണ്. കാരണം ആ സമയത്ത് ഇവിടെ അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റെല്ലാവരും മാറിയ അല്ലെങ്കിൽ വേറെ ആരും ഇല്ലാത്തൊരു സമയത്താണ് ഇങ്ങനെയുള്ളത്. അപ്പോൾ കൂടുതൽ ഉയർന്ന ഉദ്യോഗസ്ഥർ എത്തണം, കളക്ടർ എത്തണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ വനം വകുപ്പിന്റെ ഏതാനും ചില ഉദ്യോഗസ്ഥർ മാത്രമാണ് എത്തിയത്. DFO, പാലക്കാട് DFOയും ഇവിടെ ഉണ്ട്. നമുക്ക് അദ്ദേഹത്തിനോട് കൂടി പ്രതികരണം തേടാം. സാർ, ഇനി എന്താണ് ഒരു നടപടിക്രമമായിട്ട് നിൽക്കുന്നത്? അല്ല, നടപടിക്രമം എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ഇന്നലെ രാത്രി നമ്മുടെ സ്റ്റാഫ് ഉണ്ടായിരുന്നു. നമ്മൾ സ്റ്റാഫും നാട്ടുകാരും കൂട്ടിയിട്ടാണ് ആനേനെ ഓടിച്ചിട്ട് ഇത് വീണ്ടും തിരിച്ചു വന്നതാണ്. അപ്പോൾ ഇത് 3-3:30 ആയ കാരണം, പുലർച്ചെ 3-3:30 ആയ കാരണം ഒരു ചെറിയൊരു ആളുടെ ടോയ്ലറ്റ് പുറത്താണ്. അപ്പോൾ വെളിച്ചമൊന്നുമില്ല, ആ ഭാഗത്ത് വെളിച്ചമില്ല. ഇവിടെ സാധാരണ ഒരു 4-5 മാസമായിട്ട് ഇവിടെ ആന വരവില്ല. ഈ പ്രദേശവാസികൾ പറയുന്നത് കളക്ടർ എത്തിയാൽ അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥർ എത്തണം എന്നാണ് കൂടുതൽ. അതിപ്പോ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു തഹസിൽദാർ വരും. ബിക്കോസ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പറ്റുന്ന എല്ലാ നടപടികളും നമ്മൾ ചെയ്യും. അപ്പൊ അതെ, ഇന്നലെ രാത്രി ഇവിടെ നമ്മുടെ സ്റ്റാഫും വാച്ചർമാരും നാട്ടുകാരും ഉണ്ട്. സിജോ, ഇവരൊക്കെ എല്ലാവരും ഉണ്ടായിട്ടാണ് നമ്മൾ ആനേനെ ഓടിച്ചത്. ഇപ്പോഴും ഒരു ആൾക്കാരുടെ ഒരു ഭീതി ഇപ്പോഴും ഭയങ്കരമായിട്ട് കഷ്ടമുള്ള കാര്യമാണ്. ഇതിങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ എന്തോ ഒരു 5-6 മാസമായിട്ട് ഇവിടെ ആനയില്ല, ആനശല്യം ഈ ഭാഗത്തില്ല. അതിന് തൊട്ട് ചേരെ മറ്റു ഭാഗങ്ങളിലുണ്ട്. ഇപ്പൊ ആദ്യമായിട്ടാണ് ഇതിപ്പോ ഇങ്ങനെ ഒരു വരുന്നത്. ഇന്നലെ രാത്രി കൂടി ഈ ഒരു പ്രദേശത്ത് ഇത്തരത്തിൽ ആന വന്നിരുന്നു, ആനയെ ഓടിച്ചിരുന്നു. RRT സംഘം ഉണ്ടായിരുന്നു എന്നാണ് വനം വകുപ്പ് പറയുന്നത്. പിന്നീട് വീണ്ടും പുലർച്ചെ ഈ സമയത്ത് വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ച് പ്രദേശവാസികൾ കൂടി ചേരുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ ഒരു ഈ സ്ഥലത്ത് ഒരു പ്രശ്നം എന്താണ്? എനി ടൈം ഇവിടെ ആനയുണ്ട്. ആന ഇവിടെ നിന്ന് പോയിട്ടൊന്നുമില്ല. ഇപ്പോൾ അടുത്ത 2 മാസമായിട്ടാണ് ഇപ്പോൾ അലൻ പറഞ്ഞൊരു പയ്യൻ മരിച്ചത്. എപ്പോഴും ആനയുണ്ട്. ഇത് ഇപ്പോൾ നമ്മളതിൽ പ്രവാസിവാസികൾ പറയുന്നമാതിരി റെയിൽ ഫെൻസിങ് ഇല്ലാണ്ട് ഒരു പരിപാടി നടക്കില്ല. ഇപ്പോൾ ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം റെയിൽ ഫെൻസിങ് വേണമെന്നുള്ളതാണ്. നമുക്ക് ഈ വീടിൻ്റെ ഒരു സാഹചര്യം തന്നെ നോക്കാം. കാരണം വീടിതാണ്, കുമാരൻ താമസിക്കുന്ന വീടിതാണ്. ഈ വീട്ടിൻ്റെ ഉള്ളിൽ അദ്ദേഹം ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അതിനുശേഷം പുലർച്ചെ ഏകദേശം ഒരു 4 മണിയായി കാണും. മൂത്രം ഒഴിക്കാനും മറ്റുമായി വീടിൻ്റെ അകത്തല്ല, ബാത്റൂം പുറത്താണ്. ആ പുറത്തേക്ക് ഉണ്ടായിരുന്നു, ബാത്റൂം പുറത്താണ്. ഈ പുറത്തേക്ക് ഇറങ്ങുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തുമ്പോൾ കാണാം. തൊട്ടടുത്താണ് ബാത്റൂം ഉള്ളത്. അതിനടുത്തേക്ക് എത്തിയതും ഇവിടെ വെച്ച് ആന ആക്രമിക്കുകയായിരുന്നു. ഇങ്ങനെ ആന ആക്രമിച്ച് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായി. കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണ്. കുമാരൻ എന്നുള്ള ആളാണ് ഇപ്പോൾ മരണപ്പെട്ടിട്ടുള്ളത്. രാവിലെ അദ്ദേഹം 4 മണിയോടുകൂടി ടോയ്ലറ്റിലേക്ക് പുറത്താണ് ടോയ്ലറ്റുള്ളത്. അവിടേക്ക് മൂത്രമൊഴിക്കാനായി പോകുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. അങ്ങനെ മരണം സംഭവിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ആ ഒരു പ്രദേശത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇവിടെ 6 മാസമായി കാട്ടാനശല്യം ഇല്ല എന്നുള്ളതാണ്. ഇന്നലെ തന്നെ RRT സംഘം ഉണ്ടായിരുന്നു, അവർ ആനയെ ഓടിച്ചതാണ്, വീണ്ടും തിരികെ എത്തുകയായിരുന്നു എന്നാണ്. എന്നാൽ പ്രദേശവാസികൾ പറയുന്നത് ഇവിടെ കാട്ടാനശല്യം രൂക്ഷമാണ് എന്നുള്ളതാണ്. പരാതികൾ തങ്ങൾ നൽകിയിട്ടും അതിന് പരിഹാരമായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ ഒരു സ്ഥലത്ത് ഉള്ളത്. DFO ഓഫീസിന്റെ ഏതാണ്ട് 500 മീറ്റർ അപ്പുറത്ത് വെച്ചിട്ടാണ് പ്രഭാത നടത്തുന്നു പോയ അദ്ദേഹത്തെ അതുപോലെ തന്നെ ഹാങ്ങിങ് ഫെൻസിങ്ങും മതിലുകെട്ട എല്ലാ തീരുമാനമായത്. ആ തീരുമാനം നടപ്പിലാക്കുന്നതിൽ വരുന്ന വൈകലാണ് വീണ്ടും ഈ കാഷ്വാലിറ്റി ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എടുത്ത തീരുമാനങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറാവാത്ത പ്രശ്നം ഇവിടെ നിൽക്കുകയാണ്.
അതായത് ഇവർ പറയുന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എടുത്ത തീരുമാനങ്ങൾ അത് നടപ്പാക്കാൻ വൈകുന്നു എന്നുള്ളതാണ്. കൂടുതൽ നിങ്ങളെ ഒരു പ്രതിഷേധം എന്ന നിലയിലേക്ക് അതെ, വർഷം വിളിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് ആളെ കളക്ടർ വരാതെ ഒരു ഓർഡർ കിട്ടാതെ ഞങ്ങൾ ആനയെ ബോഡി എടുക്കാൻ അയക്കില്ല, അത് ഉറപ്പാണ്. ഇവർ പറയുന്നത് കൂടുതൽ ഉയർന്ന ഉദ്യോഗസ്ഥർ എത്തണം എന്നാണ് അല്ലേ? നിങ്ങൾ പറയുന്നത് നഷ്ടപരിഹാരം ഈ കുടുംബത്തിന് ലഭിക്കണം. കളക്ടർ വരണം. ശാശ്വതമായിട്ട് വാക്കാൽ പറഞ്ഞിട്ട് ഒരു കാര്യം പഴയ കാലം മുതൽ ഇവിടെ പറയണ കളക്ടർ വന്നിട്ട് അത് ഇത് ചെയ്യാന്ന് ഒരു കാര്യം ഉണ്ടായിട്ടില്ല. രേഖാമൂലം ആര് വന്നോ? ഞങ്ങൾക്ക് ഇവിടെയുള്ള സാധാ കൃഷിക്കാർക്കും മറ്റുള്ളവർക്കും ഇവിടെ ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം നിലനിർത്തണം. ഞങ്ങൾക്കിതിലെ സഞ്ചരിക്കണം. ആന സഞ്ചരിക്കുന്ന പോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാരണവന്മാരായി തന്ന വസ്തുക്കളിൽ ഞങ്ങൾക്ക് നടക്കാനും അതിൽ പണിയെടുക്കാനും മറ്റുള്ള സ്വാതന്ത്ര്യം ആനയെ പോലെ തന്നെ മനുഷ്യൻ തന്നെ നമ്മളൊരു 4 മണിക്കാണ് ഈ സംഭവം